വി വി രാജേഷ് പ്രത്യേകിച്ചൊരു നല്ലൊരു എ ക്ലാസ് അഴിമതിക്കാരനാണ്. കാരണം വി വി രാജേഷിൻ്റെ കാര്യം തന്നെ എടുക്കൂ. അദ്ദേഹത്തിൻ്റെ പാർട്ടി 6 വർഷത്തേക്ക് മത്സരിക്കരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. തിരുവനന്തപുരത്ത് മാത്രം ഇപ്രാവശ്യം വെള്ളക്കെട്ടുണ്ടായില്ല. ഇതാണ് ഈ പറയുന്ന RSSകാരല്ല സംഘികൾ, BJPക്കാരല്ല, ഇതുപോലുള്ള ഈ ബിസിനസ് ജനതാ പാർട്ടിക്കാരുടെ ഈ ഊളത്തരം. ചുമ്മാതെയാണോ ജനങ്ങള് തിരുവനന്തപുരം മുങ്ങിയില്ല, പാളയത്ത് വെള്ളം കയറിയില്ല ഇങ്ങനെ പറയുമ്പോൾ കേട്ട കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ തന്നെ ഭയങ്കരമാണ്, സംഭവമാണ്, വിവരാജ് മാസാണ്. അല്ലേ നീ ചോദിക്കട്ടെ, ഞാൻ ഒരാഴ്ചയ്ക്ക് മേളായി ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ നേരെ ഒരു മഴ പോലും പെയ്തിട്ടില്ല. അത്ഭുതമാണ്. അവിടെ മഴ പെയ്യുന്ന ചെറിയ മഴ അവിടെ ഇവിടേക്ക് പെയ്തല്ലാതെ അവിടെ ഒരു മഴയോ ഈ വെള്ളക്കെടുതിയോ പ്രശ്നമോ പ്രളയമോ ഒന്നുമില്ല. ഇവിടെ മഴ ഉണ്ടെങ്കിലല്ലേ വെള്ളം പൊങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഉളുപ്പുണ്ടോ? ചുമ്മയാണോ നാട്ടുകാർ ഇവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്? ഇതാണ് ഇവരുടെ. ഇപ്പം ഇത് ഞാനങ്ങ് പറയുമ്പോൾ ടോക്കുസ്വാമി സംഘവിരുദ്ധൻ, BJP വിരുദ്ധൻ. ഞാൻ സംഘവിരുദ്ധനല്ല, ഞാൻ ഈ ബലാത്സംഖികളെ വിരുദ്ധനാണ്. ഇവന്മാർ ബലാത്സംഖികളെന്ന് പറയും. സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ബലാത്സംഖ്യകൾ. യഥാർത്ഥ സ്വയംസേവർ എന്ന് പറയുന്നത് RSSകാരാണ്. അയാളുടെ ബിസിനസ്സിൻ്റെ അത് ബിസിനസ്. ഇവിടുത്തെ പ്രതിപക്ഷം സംസാരിക്കേണ്ട കേസാണത്. എന്തുകൊണ്ട് പ്രതിപക്ഷം സംസാരിക്കുന്നില്ല? ശബരിനാഥ് തൊട്ട് ബാക്കിയുള്ള CPMൻ്റെ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ സർക്കാർ അതിന് അന്വേഷണം കൊണ്ടുവരണം. 100% UDF സർക്കാർ അവരുടെ മുണ്ട് പൊക്കി നോക്കിയാൽ കാക്കി നിക്കറല്ലെങ്കിൽ അവർ അന്വേഷണം കൊണ്ടുവരണം. ഇത്രയും നാൾ അദ്ദേഹം എങ്ങനെ ജോലി ചെയ്തു? കേരളം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് PR ചെയ്യുന്ന ആളിന് 1.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിനെന്താ എവിടുന്ന വരുമാനം? ഇയാൾക്ക് തന്നെ 15,000 രൂപയും കണ്ടാണ് ഒരു കൗൺസിലറുടെ സാലറി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഇയാളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇയാൾക്ക് എന്താ ജോലി? ഇയാൾക്ക് എന്താ ബിസിനസ്? ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വന്ന് ആനയിച്ച് കൊണ്ടുപോകാൻ ഇവരെന്താ ട്രംപുമായിട്ടോ ബിസിനസ് നടത്തുകയാണോ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനാണോ, അതോ എലോൺ മസ്ക് ആയിട്ടാണോ ഡിസ്കഷനും മീറ്റിങ്ങും, അതോ ബിൽഗേറ്റ്സ് ആയിട്ടാണോ കൂടിക്കാഴ്ച? തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ മേയർ മാത്രമായ ഒരാള്. അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദി പോലും ഇങ്ങനെ കാണിച്ചിട്ടില്ല. മാത്രമല്ല നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ പറഞ്ഞെന്താണ്, 45 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഇതാക്കും അതാക്കും. എവിടെ മോദിക്ക് തന്നെ മനസ്സിലായി ഇവന്മാർ ചെയ്യണ എന്താണ്. അപ്പോൾ ഇതിൽ പിന്നെ ട്രിവാൻഡ്രത്ത് കുറച്ച് ആൾക്കാരുണ്ട്, ഈ അന്ധഭക്തന്മാരുണ്ട്. അവരെടുത്ത് തലേ വെക്കും, അങ്ങനെ പോവുള്ളൂ വരും. അമ്മയുടെ കുറച്ച് മാസ് 17ന്റെ വെല്ലുവിളികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥകൾ നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതുമാണ്. ഇപ്പോൾ VV രാജേഷിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ് മീറ്റിന് അവസാനം VV രാജേഷ് മേയറുടെ ഒരു കാര്യം പ്രതിപാദിക്കുകയുണ്ടായി. VV രാജേഷിൻ്റെ ഒരു വലിയൊരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് VV രാജേഷ് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതാണ്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ രഹസ്യം? വെള്ളാപ്പള്ളി നടേശൻ അവിടെ മൊഴി കൊടുക്കാൻ SP ഓഫീസിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ ലാസ്റ്റ് ഒരുപാട് പറഞ്ഞോളൂ, അടുത്ത നേരത്തെ VVയുടെ പേരിൽ ഒരു ബ്രേക്കിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അയാളുടെ കാല് അതാണ് ഉദ്ദേശിച്ചല്ലേ? അതെ, എന്തായിരുന്നു അത്? അങ്ങനെ പല കാര്യങ്ങളും ഇനിയും ഉണ്ടാവും. VV രാജേഷ് ശരിക്കും ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. തമ്പാനൂർ തിരുവനന്തപുരത്ത് മാത്രം ഇപ്രാവശ്യം വെള്ളക്കെട്ടുണ്ടായില്ല. ഇതാണ് ഈ പറയുന്ന RSSകാരല്ല സംഘികൾ, BJPക്കാരല്ല, ഇതുപോലുള്ള ഈ ബിസിനസ് ജനതാ പാർട്ടിക്കാരുടെ ഈ ഊളത്തരം. ചുമ്മാതെയാണോ ജനങ്ങള് തിരുവനന്തപുരം മുങ്ങിയില്ല, പാളയത്ത് വെള്ളം കയറിയില്ല ഇങ്ങനെ പറയുമ്പോൾ കേട്ട കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ തന്നെ ഭയങ്കരമാണ്, സംഭവമാണ്, വിവരാജ് മാസാണ്. അല്ലേ നീ ചോദിക്കട്ടെ, ഞാൻ ഒരാഴ്ചയ്ക്ക് മേളായി ട്രിവാൻഡ്രത്തുണ്ട്. അവിടെ നേരെ ഒരു മഴ പോലും പെയ്തിട്ടില്ല. അത്ഭുതമാണ്. അവിടെ മഴ പെയ്യുന്ന ചെറിയ മഴ അവിടെ ഇവിടേക്ക് പെയ്തല്ലാതെ അവിടെ ഒരു മഴയോ ഈ വെള്ളക്കെടുതിയോ പ്രശ്നമോ പ്രളയമോ ഒന്നുമില്ല. ഇവിടെ മഴ ഉണ്ടെങ്കിലല്ലേ വെള്ളം പൊങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി ഇതാണ്. സ്ഥലത്താണ് വെള്ളം പൊങ്ങിയില്ല എന്ന് പറയുന്നത്. ഉളുപ്പുണ്ടോ? ചുമ്മയാണോ നാട്ടുകാർ ഇവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്? ഇതാണ് ഇവരുടെ. ഇപ്പം ഇത് ഞാനങ്ങ് പറയുമ്പോൾ ടോക്കുസ്വാമി സംഘവിരുദ്ധൻ, BJP വിരുദ്ധൻ. ഞാൻ സംഘവിരുദ്ധനല്ല, ഞാൻ ഈ ബലാത്സംഖികളെ വിരുദ്ധനാണ്. ഇവന്മാർ ബലാത്സംഖികളെന്ന് പറയും. സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ബലാത്സംഖ്യകൾ. യഥാർത്ഥ സ്വയംസേവർ എന്ന് പറയുന്നത് RSSകാരാണ്.
അത് വേറെ ഇത് വേറെ. അപ്പൊ എല്ലാം കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. വെള്ളം പൊങ്ങാത്തൊരു സ്ഥലത്ത്, അല്ല മഴ പെയ്യാത്തൊരു സ്ഥലത്ത് വെള്ളം പൊങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് അടിച്ച്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹൈപ്പ് കിട്ടിയൊരു മേയറെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ശരിക്കും കേൾക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് അല്ല നമ്മള് നാക്കെടുത്ത കള്ളത്തരം മാത്രമാണ് വി രാജേഷ് പറയാറുള്ളൂ. വി രാജേഷ് പ്രത്യേകിച്ച് ഒരു നല്ലൊരു എ ക്ലാസ് അഴിമതിക്കാരനാണ്. കാരണം വി രാജേഷിന്റെ കാര്യം തന്നെ എടുക്കൂ. അദ്ദേഹത്തിന്റെ പാർട്ടി 6 വർഷത്തേക്ക് മത്സരിക്കരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ് കോഴ കേസിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ 6 വർഷത്തിന് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മേയറായിട്ട് മത്സരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ സംഘടനയുടെ ആ കർമ്മശുദ്ധി, ആ പവിത്രതയൊക്കെ എവിടെ പോയി? ഒന്നത്. രണ്ട്, ഇദ്ദേഹത്തിനെ ഭയങ്കര ദൈവികമായിട്ടും പുണ്യവാളനായിട്ടൊക്കെയാണ് കാണുന്നത്. മോദിജിയുടെ കൃപ കൊണ്ട് മാത്രം ജയിച്ച ഒന്നാണ് ഇയാള്. അവിടെ എല്ലാവരും മോദി ഭക്തരാണ്. അതിനെ BJP എൻകാഷ് ചെയ്യാണ്, അവിടുത്തെ ആൾക്കാർ ഇത് ചെയ്യണം. അല്ലെങ്കിൽ മോദിയുടെ മുഖം ഇല്ലെങ്കിൽ ആരാ അവിടെ ജയിക്കുക? കേരളത്തിൽ ആരാ ജയിക്കുക? ജയിക്കില്ല. പക്ഷേ മോദിക്കും കൂടെ അപമാനമായി മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ മോദിജിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ട് പല സ്റ്റേറ്റുകളിലും പലയിടത്തും. പക്ഷേ ഇവിടെ കേരളത്തിൽ നമുക്ക് തൊടാൻ പറ്റില്ല അത്രയും മാത്രം. കാരണം നമുക്കൊരു ആത്മാഭിമാനമുണ്ട്, നമ്മൾക്കൊരു ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബലം തിരിച്ചു വരുമെന്നുള്ളൊരിതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെയൊക്കെ എതിർത്തതും ഇപ്പോഴും എതിർത്തുകൊണ്ട് നിൽക്കുന്നതും. അല്ലെങ്കിൽ ഇയാൾ ഇപ്പം അമേരിക്കയിലേക്ക് പോയി. ഇയാൾ അമേരിക്കയിൽ പോയത് അയാളുടെ ഒരു ബിസിനസ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ പറയുന്നത് കേരളത്തിന് അല്ല തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരാൻ. ഇയാൾ വെറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സെയിം പവർ തന്നെയാണ് ഒരു മേയർ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അമേരിക്കയിൽ പോയിട്ട് എന്ത് കിട്ടാനാണ്? അമേരിക്കൻ യാത്ര ശരിക്കും എന്തിനുള്ളത്? അയാളുടെ ബിസിനസ് ഉണ്ട്, അയാളുടെ അത് ബിസിനസ്. ഇവിടുത്തെ പ്രതിപക്ഷം സംസാരിക്കേണ്ട കേസാണത്. എന്തുകൊണ്ട് പ്രതിപക്ഷം സംസാരിക്കുന്നില്ല? ശബരിനാഥ് തൊട്ട് ബാക്കിയുള്ള CPMന്റെ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ സർക്കാർ അതിന് അന്വേഷണം കൊണ്ടുവരണം. 100% UDF സർക്കാർ അവരുടെ മുണ്ട് പൊക്കി നോക്കിയാൽ കാക്കി നിക്കറല്ലെങ്കിൽ അവർ അന്വേഷണം കൊണ്ടുവരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രയിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. തലസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പോയെങ്കിൽ പ്രതിപക്ഷ ഗ്രൂപ്പുകളെയും മറ്റേ പാർട്ടിക്കകത്തുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് കോർപ്പറേഷനിലെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ അറിയിക്കല്ല, അവരെയും കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ചികിത്സയ്ക്കാണെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പോയിട്ടുണ്ട്, അത് ചികിത്സയാണ്. ഇത് ചികിത്സയ്ക്കല്ല, ഇത് നിങ്ങളൊരു വിവരാവകാശം ഇട്ട് നോക്ക്. കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്ത് വികസനമാണ് കൊണ്ടുവരാൻ പോയി അദ്ദേഹം. അവിടെ നേരെ ഇയാൾക്ക് കോടികൾ കൊടുക്കുന്നത്. ഈ കോടികൾ കിട്ടും, ഇയാളുടെ ബിസിനസ് വേറെയാണ്. അപ്പോൾ അതിൽ കാരണം ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു. ആൾക്കാർ ആദ്യം വിശ്വസിച്ചല്ലോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു സത്യമാണ്, അന്വേഷിക്കട്ടെ അവർ. ഞാൻ ഒരിടത്തും ചുമ്മാ വന്നിട്ട് ഒന്നും ഒരു ലോജിക്കലായി ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് നാളെ ജനങ്ങളുടെ മുഖത്ത് നോക്കണ്ട. ഇവിടെ വികസനം എന്ന് പറയുന്നതിൻ്റെ അവിടെ എന്ത് വികസനമാണ് ഇനി? ആ ചരിത്രപരമായിട്ട് ഇന്ദിരാഗാന്ധി കിട്ടിയൊരു ബിൽഡിങ്ങാണ്, അതിനെ ഇവർ ഇടിച്ചു കളയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അവിടെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് അങ്ങനെ തന്നെ നിലനിർത്തേണ്ട കേസാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉണ്ടാക്കി വെച്ച ഒരു ബിൽഡിങ്ങിനെ ഇടിച്ചു കളയാൻ അനുവദിക്കരുതൊന്നും. വേറെ നമുക്കുണ്ടാക്കാം. പക്ഷെ അവിടെ ഈ കൗൺസിലർമാർ ഇത്രയല്ലേ ഉള്ളൂ, ഇവരൊക്കെ സുഖമായിട്ട് നല്ല രീതിയിൽ പാർക്കിംഗ് എല്ലാം ഇതുകൊണ്ട്. അപ്പോൾ അവിടെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞാലേ ബിസിനസ് കോഴ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പണ്ട് ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എപ്പോഴും അവരുടെ ആ സ്ഥാപനത്തിൽ മോഡിഫിക്കേഷൻ വേണം. ചില ദിവസം ടൈൽസ് ഇളക്കും, പഴയ ടൈൽസ് മാറ്റിയിട്ട് മൊസൈക്ക് മാറ്റി ടൈൽസാക്കും, ടൈൽസ് മാറ്റി മാർബിളാക്കും, പിന്നെ പെയിൻറ്റ്, പിന്നെ അവിടെ ഇടിച്ച്. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണിത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ വരുമാനം വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ. ഇതില് കണക്കെഴുതണം. അപ്പൊ ഇതില് ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഇദ്ദേഹത്തിന് എന്താ വരുമാനം? എനിക്ക് അദ്ദേഹം എടുത്ത് വക്കാലത്തിന്റെ ഇത് കാണിക്കട്ടെ, ജനങ്ങളോട് കാണിച്ചു കൊടുക്കട്ടെ. ഇത്രയും നാൾ അദ്ദേഹം എങ്ങനെ ജോലി ചെയ്തു? കേരളം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് PR ചെയ്യുന്ന ആളിന് 1.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിനെന്താ എവിടുന്ന വരുമാനം? ഇയാൾക്ക് തന്നെ 15,000 രൂപ കണ്ടോണം ഒരു കൗൺസിലറുടെ സാലറി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഇയാളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇയാൾക്ക് എന്താ ജോലി? അല്ലെങ്കിൽ എന്താ ബിസിനസ്? അപ്പം അതുപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ഭയങ്കര ഭീകരമായ അഴിമതി നടത്തിയിട്ടാണ് ഇവരെല്ലാം. രാജീവ് ചന്ദ്രശേഖരൻ വിദേശത്ത് പോയി, ഒപ്പം തന്നെ ഇദ്ദേഹവും വിദേശത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഇത്രയും ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വന്ന് ആനയിച്ച് കൊണ്ടുപോകാൻ ഇവരെന്താ ട്രംപുമായിട്ടോ ബിസിനസ് നടത്തുകയാണോ, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനാണോ? അതോ
എലോൺ മസ്ക് ആയിട്ടാണോ ഡിസ്കഷനും മീറ്റിങ്ങും, അതോ ബിൽഗേറ്റ്സ് ആയിട്ടാണോ കൂടിക്കാഴ്ച? ഒരു തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ മേയർ മാത്രമായ ഒരാള്. അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദി പോലും ഇങ്ങനെ കാണിച്ചിട്ടില്ല. മാത്രമല്ല നരേന്ദ്രമോദിയെ പറ്റി തന്നെ പറഞ്ഞെന്താണ്, 45 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഇതാക്കും അതാക്കും. എവിടെ മോദിക്ക് തന്നെ മനസ്സിലായി ഇവന്മാർ ചെയ്യണ എന്താണ്. അപ്പോൾ ഇതിൽ പിന്നെ ട്രിവാൻഡ്രത്ത് കുറച്ച് ആൾക്കാരുണ്ട്, ഈ അന്ധഭക്തന്മാരുണ്ട്, അവരെടുത്ത് തലേ വെക്കും, അങ്ങനെ പോവുള്ളൂ ഇവർ. പക്ഷേ ഇവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞാൽ പാവപ്പെട്ട ആ ഒരു മനുഷ്യൻ നരേന്ദ്രമോദിയും അമിത്ഷയൊക്കെ നോക്കി ഞാനൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന, എനിക്ക് നമ്മുടെ സീനിയേഴ്സായിട്ട് കാണുന്ന, അത്രയും നല്ലൊരു അഴിമതിരഹിതമായ ഭാരതം കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ്. അങ്ങനെ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് BJP. പക്ഷേ ഇവന്മാരങ്ങനെയാണോ? അല്ല. പക്ഷെ ഇവന്മാരെ എതിർത്ത് പറഞ്ഞ അപ്പം പറയും സംഘടനയ്ക്കെതിരാണ് ഞാൻ, തോക്കുസ്വാമി വിരുദ്ധനാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഒരു കയ്യടിയും മേടിച്ച് അവരെ കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അഴിമതിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മോദിയെ പോലെ ഒരാൾ ആദ്യം ചെയ്യേണ്ടത്, ഇത്രയും വലിയ അഴിമതി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 127 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു പത്മഭൂഷൺ ഉണ്ടല്ലോ, അതെന്തെടുത്ത് കളയാൻ പറ്റും? അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന നേതാക്കന്മാരുടെ പിടിപ്പ് കേടെന്നേ പറയാൻ പറ്റുള്ളൂ. അവർ ശരിയല്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ. അതുകൊണ്ടാണ് ഒരു മാറ്റം വരുന്നത്. മാറ്റം വരും, കാരണം ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നതൊക്കെ പബ്ലിക്കിൻ്റെ ആവശ്യമാണ്. ജനങ്ങളുടെ വികാരം, അവരുടെ ശബ്ദമാണ് എൻ്റെ ശരീരത്തിലൂടെ പുറത്തു വരുന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല ഈ സംസാരിക്കുന്നത്. അപ്പം ഇപ്പം BJPക്കെതിരെ സംസാരിക്കുന്നത് BJP എന്നുള്ള പ്രസ്ഥാനത്തിനെയല്ല നമ്മൾ എതിർക്കുന്നത്, RSSനെ അല്ല നമ്മൾ എതിർക്കുന്നത്, അതിൻ്റെ പേര് മിസ്യൂസ് ചെയ്യുന്ന കള്ളന്മാരെയാണ് എതിർക്കുന്നത്. അത് അതിനകത്തുള്ള ഇത് കുറേ കള്ളന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് അങ്ങനെ നിൽക്കുകയാണ് ഒറ്റക്കെട്ടായിട്ട്. അത് ജനം അവർ കൈകാര്യം ചെയ്തോളും, അതിനൊരു മാറ്റമില്ല.